വെൽക്കം ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്നിപ്പോൾ ഒരു വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ്. അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ ഞാൻ കരുതി എനിക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ അവിടെ വെച്ച് വോയിസ് അവർ കൊടുത്തതാണ്. പക്ഷേ എനിക്ക് ആ ഒരു വോയിസ് ഇടാൻ പറ്റത്തില്ല, കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലീനിങ് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് തുമ്മലിൻ്റെ പ്രശ്നം വരാറുണ്ട് ആ പൊടി അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തുമ്മാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ വ്ളോഗായിട്ട് എടുത്തതാണ്. കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നു അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന്. പക്ഷേ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസമാണ് അത്രയും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ഈ മാസം ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അങ്ങ് ചെയ്തേക്കാന്ന്. പകൽ ചെയ്തുകൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകൽ ചെയ്യാൻ ഒട്ടും സമയം കിട്ടാറില്ല. കാരണം രാവിലെ എണീറ്റ് അടുക്കളയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്ത് മോട്ടർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 10 മണിക്ക് ജോലിക്ക് കയറണം. വൈകുന്നേരം 6 മണിക്കാണ് ഞാൻ തിരിച്ച് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് സമയം കിട്ടത്തില്ല. അപ്പം പിന്നെ വൈകുന്നേരമേ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു വൈകുന്നേര സമയം തന്നെ ചൂസ് ചെയ്തത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കണമെന്ന് പണ്ടേ വിചാരിച്ചതാണ്. എനിക്കാണെങ്കിൽ അടുക്കള ഇങ്ങനെ നല്ല ഭംഗിയായിട്ടിരിക്കണത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഭരണിയും അതുപോലെ തന്നെ ഓരോ സാധനങ്ങളും ഓരോ ഭംഗിയുള്ള ഡപ്പയിലാക്കി വെക്കണത്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനായിട്ടൊക്കെ നമ്മൾ പൈസ വിനിയോഗിക്കാത്തതും അതൊന്നും വാങ്ങിച്ച് വയ്ക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് വീടൊരു പക്ഷേ വീടിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോണും അതേപോലെ ജപ്തിയുടെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട് കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ആ ഒരു പരിപാടിക്കൊന്നും ഇറങ്ങാതിരുന്നത്. കാരണം വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് വേറെ തന്നെയാണ്. സാധനങ്ങൾ അത്രയും എടുത്ത് മാറ്റുക എന്നുള്ളത്. അത് നമ്മൾ വീട് കൊടുക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം ആവാറായി. 3.5 കൊല്ലമെങ്കിലും 4 കൊല്ലം ആയി കേട്ടോ. അപ്പോൾ ഈ 4 കൊല്ലം കൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് അടുത്ത മാസം പോയിരിക്കും, അതിൻ്റെ അടുത്ത മാസം പോയിരിക്കും എന്ന് വിചാരിച്ച് അങ്ങ് 4 വർഷങ്ങൾ കഴിച്ചു കൂട്ടിയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ക്ലീനിങ് ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലീനിങ്ങിൻ്റെ സമയം ആകുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ പോകുമ്പോൾ എല്ലാം കൂടെ തൂത്ത് പറക്കി വൃത്തിയാക്കിയിട്ട് ഇറങ്ങാം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ നടക്കും എന്ന് വിചാരിക്കും. ഒരു കാലത്തിൽ ആ ഒരു കാര്യത്തിന് തീരുമാനമായിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ അതുമായിട്ട് അങ്ങ് സിങ്കായി. നടക്കുമ്പോൾ നടക്കട്ടെ, ശരി. അപ്പം നമ്മളെ റുട്ടീൻ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്താണോ അതേപോലെ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അടുക്കളയിലത്തേക്കും ആയാലും നമ്മൾ വീടിനകത്തേക്കായാലും നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ച്, കാരണം അത് ചിലപ്പോൾ നമുക്കത് തിരിച്ച് ഒട്ടിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റിക്കറൊക്കെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഇളക്കിക്കൊണ്ട് പോകാൻ പൈസ നഷ്ടപ്പെട്ടു പോകും. കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് പോയാലും ശരി കുഞ്ഞു കുഞ്ഞു ഭരണികൾ നമ്മൾ ഈ ഫുട്പാത്തിൽ കാണും. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം വാങ്ങണ്ടെന്ന് വിചാരിക്കും കേട്ടോ. അമ്മ ചോറ് കഴിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ അവിടെ നിന്ന് കഴുകാൻ പറ്റാത്തത് കൊണ്ട് അമ്മ പിന്നെ പുറത്ത് പോയി കഴുകുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതിനിടയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ കുറച്ചും കൂടി വീടിന് മാറ്റമൊന്നും വരുത്താതിരുന്നത് ഇങ്ങനൊരു കാര്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ഇതുവരെ ഒന്നും തീരുമാനമായിട്ടില്ല, ഒന്നും നടപടിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് മോനൂട്ടം വന്നു. അപ്പുറത്ത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അത് വാങ്ങിച്ച്, അതവന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രീം കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് മോനൂട്ടം എന്നെ കൊണ്ടുവന്ന് കാണിച്ചത്. ഈ കേക്ക് പണ്ട് ഞാൻ ഉണ്ടാക്കി സെയിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ മണം അടിച്ചിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇപ്പം, കാരണം വാനിലയുടെയൊക്കെ മണം അടിച്ച് എനിക്ക് ഈ ക്രീം കേക്കൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ മോനൂട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് കൊതി തോന്നുമ്പോഴത്തേക്കും നമ്മൾ വെളിയിൽ നിന്നൊരു പീസ് വാങ്ങിച്ച് കൊടുക്കാറാണ് പതിവ് കേട്ടോ. അതും ഇപ്പോൾ ഭയങ്കര വിലയായി. എനിക്ക് തോന്നുന്നു ഒരു പീസ് മാത്രം 90 രൂപ എങ്ങാണ്ടാണ്. എനിക്ക് കുഞ്ഞിലേ ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ പശുക്കളുണ്ടായിരുന്നു. അപ്പോൾ പശു, ആട്, കോഴി, പട്ടി, പൂച്ച എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും വൈകുന്നേരം 4 മണിയാകുമ്പോൾ പില്ലിറക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഞാൻ സ്കൂൾ വിട്ട് വന്ന സമയം 4 മണിയായിരിക്കും. അപ്പോൾ അമ്മയും അച്ഛനും പറയും, അതായത് ഈ വെളിയിലുള്ള കാര്യങ്ങൾ അത്രയും നോക്കുമ്പോൾ അടുക്കളയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ബെഡ്റൂമിലുള്ള തുണികളോ അങ്ങനെയൊക്കെ വാരിപ്പിരുന്നായിരിക്കും കിടക്കണം. അപ്പോൾ അതൊന്നും അമ്മയ്ക്ക് വൃത്തിയാക്കി വയ്ക്കാൻ അതൊന്നും സമയം കിട്ടത്തില്ല. അപ്പോൾ അതുവരെയുള്ള അടുക്കളയിലെ പാത്രങ്ങളും അതൊക്കെ അവിടെ കിടക്കുകയായിരിക്കും ഞാൻ വരുന്ന സമയത്ത്. അപ്പോൾ അമ്മ പറയും, ഞങ്ങൾ പോയി പില്ലെടുത്തിട്ട് വരാം, അപ്പോൾ നീ വേവിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ എന്ത് ചെയ്തു, 1 മണിക്കൂർ കൊണ്ട് തന്നെ എല്ലാ ജോലിയും ചെയ്തു. പിന്നെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. അച്ഛനും അമ്മയും പിള്ളേർക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു പരിവായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ വൃത്തിയാക്കി ഇടും കേട്ടോ. അപ്പം അവർ വന്ന് കാണുമ്പോഴത്തേക്കും അത്രയും കുളമായിട്ട് കിടന്ന സ്ഥലം അത്രയും വൃത്തിയായി കിടക്കുമ്പോഴത്തേക്കും എന്നെ അഭിനന്ദിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അതുകൊണ്ട്
ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ക്ലീൻ ചെയ്താൽ ഞാൻ തന്നെ കുളമാക്കി ഇടാറുമുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ബിസി ലൈഫൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഈ എന്താണ് ഹൗസ് വൈഫായിട്ട് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കി അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുക, ഇടയ്ക്കിടയ്ക്കൊക്കെ പുറത്തോട്ട് പോവുക, പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള കാര്യം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും ടിന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങ് ഇല്ലാണ്ടായി, ഉരുവിപ്പോയി കേട്ടോ. അതായത് അടിയിൽ നിന്ന് ചൂട് തട്ടി അതങ്ങ് ഉരുവിപ്പോയി. പക്ഷേ വേറെ ടിന്ന് ഇരിപ്പുണ്ട്. അതിലോട്ട് ഇപ്പോൾ തൽക്കാലം മാറ്റണമെന്ന് വിചാരിച്ചാണ് ഇതിൽ തന്നെ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കുഞ്ഞിൻ്റെ ഹെൽത്ത് മിക്സാണ്. പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ. നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്ത് മിക്സിൻ്റെ പൗഡർ സൂപ്പറാണ്. ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യണമെന്നല്ല, പക്ഷെ നല്ല സ്വാദാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് സാധാരണ കുറുക്കൊന്നും വലിയ ടേസ്റ്റൊന്നും കാണില്ല, പക്ഷെ ഇത് വായി വയ്ക്കുമ്പോൾ അങ്ങ് നാക്കങ്ങ് ഇറങ്ങിപ്പോണ എനിക്ക് തോന്നും. അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റാണ്. ഇനി ഞാൻ കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരുന്നത്. സാധാരണ അവന് കുറുക്ക് വാങ്ങിക്കണമെന്നൊന്നും അവൻ അങ്ങനെ കുടിക്കാറില്ല, പക്ഷേ ഇതിൻ്റെ പൊടി അവൻ നന്നായിട്ട് കുടിക്കും. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിരിക്കാം, എനിക്കിപ്പോൾ കാണാതെ അറിയത്തില്ല. പിന്നെ അവിടെ ബാക്കിയുള്ള ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് കിട്ടിയതൊരു ബിസി ആയിട്ടുള്ളൊരു ലൈഫാണ് എനിക്ക് കിട്ടിയത്. ജോലിക്ക് പോകണം, രാവിലെ എണീക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, മോനോട്ടും സ്കൂളിലാക്കണം, പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അമ്മയാണ്. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. കുഞ്ഞിൽ ഞാൻ ഈ ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പോൾ ആ കുട്ടി അവർ എൻ്റെ അടുത്താണെങ്കിലും ഞാൻ അവരുടെ അടുത്താണെങ്കിലും എടി സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം നീ എന്തൊക്കെ ചെയ്യും? അപ്പോൾ പറയും കുളിച്ച് വൃത്തിയായി നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പഠിക്കാനിരുന്ന് പിന്നെ ചോറൊക്കെ കഴിച്ച് ഇങ്ങനെയൊക്കെ ഈ ഡെയിലി റുട്ടീൻ പറയില്ലേ, ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ, അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ യൂട്യൂബിലും ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെയോ എവിടേക്കോ ഒരു കണക്ഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എൻ്റെ പോലത്തെ ക്യാരക്ടറുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നമുക്കെങ്കിൽ സെയിം പിച്ച് അടിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ ക്ലീനിങ്ങിൻ്റെ പരിപാടി ഏകദേശം ആ സൈഡൊന്ന് വൃത്തിയാക്കി തീരാറായി. ആ ഗ്ലാസിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാറ്റ ശല്യമാണ്. ഇപ്പം പല്ലി ശല്യം വലുതായിട്ടില്ല, പാറ്റ ഭയങ്കര ശല്യമാണ്. അപ്പോൾ പാറ്റയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പാറ്റ വിഷവും ഈ പറയും പോലെ ഇതൊക്കെ ഹിറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഹിറ്റിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ഈ ഒരു മടക്കണ ബുക്ക് കണക്കുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് കൊള്ളാം, അത്യാവശ്യം കൊള്ളാം. പക്ഷേ അത് വൺ ടൈം യൂസിനേ കൊള്ളത്തുള്ളൂ. അപ്പോൾ ഇവിടെ അത്രയും പാറ്റേജ് ഇത് വരാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയില്ലെങ്കിൽ അത് അതിനേക്കാളും പണിയാവാറുമുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ഇത്രയും വൃത്തിയാക്കി. ഇവിടെ നിന്നുള്ള സാധനങ്ങൾ എല്ലായിടത്തും അപ്പുറത്താണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പുറത്തെ സ്ലാബിൻ്റെ മണ്ടയിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ പോർഷൻ കാണുമ്പോഴത്തേക്കും ഭ്രാന്തെടുക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാ സാധനങ്ങളും ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും കിളികൾ പറയും കേട്ടോ. പിന്നെ ഒരുപാട് പേര് പറയണേ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ സലൂണിലൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സലൂണിൽ ഓണേഴ്സ് പോലും സംസാരിക്കണേ ഞാൻ കേട്ടിട്ടുണ്ട്. ചിലന്തി വല വീടുകളിലായാലും സലൂണിലായാലും ഏതൊരു ബിൽഡിംഗ് ആണെങ്കിലും കെട്ടാൻ പാടില്ല എന്നത് സത്യമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇപ്പോൾ ചിലന്തി വല കാണുന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കാറുണ്ട്. അത് ഒരുപാടെങ്ങനെ എനിക്കങ്ങ് വിശ്വാസം അങ്ങനെയല്ല, ഒരുപാട് പേരിങ്ങനെ പറയുമ്പം അതിലെന്തോ ഇതില്ലേ എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പരിധിയിൽ ചെയ്യുന്നു. പിന്നെ അത് കാണുമ്പോഴത്തേക്കും ഒരു നെഗറ്റീവാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അന്ന് കറി വെച്ച പാത്രങ്ങളും അതും ഇതൊക്കെ ഉള്ളായിരുന്നുള്ളൂ, ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി ഇതെല്ലാം സ്റ്റോർ റൂമിലാണ് കൊണ്ടുവന്ന് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങും വയ്ക്കാൻ കുഞ്ഞ് അടുക്കളയാണ്, വലിയ അടുക്കളയൊന്നുമല്ല. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വയ്ക്കുമ്പോഴേ ഇവിടം കൊണ്ടങ്ങ് നിറയും. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഞാൻ സ്റ്റോർ റൂമിലാണ് വയ്ക്കുന്നത്. അപ്പോൾ സ്റ്റോർ റൂമിൽ വേറൊരു പാത്രം, അതായത് വെള്ളം തോന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്പി വെച്ചിട്ടുള്ളൊരു പാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ, അപ്പോൾ അത് ഉണ്ട്. അപ്പോൾ അതിൽ വയ്ക്കും. പിന്നെ സ്റ്റൗ കഴിവതും ഈ ഒരു വെള്ളി കളറിലെ സംഭവം ഉണ്ടല്ലോ നമ്മൾ പാത്രം തയ്ക്കുന്നത്, അത് വെച്ച് ഒന്ന് പിടിച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ നമ്മൾ ഇതങ്ങ് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ കഴിവതും അഴുക്കുകളൊക്കെ അങ്ങ് പോവും. അതല്ലാതെ നമ്മൾ വെറും വെള്ളം വെച്ചിട്ട് അങ്ങ് തുടച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത്ര ഫിനിഷിങ് ആവാറില്ല. പണ്ട് ഞാൻ സോഡാപ്പൊടിയും, അതായത് നല്ല അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയും വിനീഗറും ഇട്ട് അതപ്പോൾ നന്നായിട്ട് പതങ്ങി വരും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ഗ്ലേസിങ് വരാറുണ്ട്. ഇപ്പം ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, കാരണം വലിയ ഇതൊന്നുമില്ല, വലിയ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഒരുപാട് വർഷമായ സ്റ്റൗവാണ് കേട്ടോ. എനിക്കൊന്നിട്ട് 10-15 വർഷം കൊണ്ടായ സ്റ്റൗവാണ്, ഒരുപാട് വർഷമായ സ്റ്റൗവാണ്. അപ്പോൾ പുതിയ സ്റ്റൗ ഇരിപ്പുണ്ട്, അല്ലാതെയുള്ള 3 അടുപ്പുള്ള സ്റ്റൗ ഇരിപ്പുണ്ട്. അപ്പോൾ അതിപ്പം എടുത്ത് വയ്ക്കണ്ട, ഇതിപ്പോൾ നന്നായിട്ട് ഇല്ലാണ്ടായതിന് ശേഷം അതെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇടയ്ക്ക് വെച്ച് ഇല്ലാതായതാണ്. പിന്നെ അത് ശരിയാക്കി. എനിക്ക് സത്യം പറഞ്ഞാൽ അടുക്കളയിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് കേട്ടോ. അത് നാളൊരു സമയത്ത് എനിക്ക് അടുക്കളയിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരുപാടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിടുമായിരുന്നു. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. എന്നാലും മൈൻഡിൽ ആഗ്രഹമുണ്ട്. സ്വപ്നങ്ങളെല്ലാവർക്കും കാണൂലേ, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യണത് അടുക്കളയിലായിരിക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഇങ്ങനെയൊക്കെ വേണം എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അതൊക്കെ ചെയ്യണം. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ അടുപ്പാണ് പുകയില്ലാത്ത അടുപ്പ്. പക്ഷേ ഇതിൽ നിന്ന് പുക ഏത് സൈഡിൽ നിന്നൊക്കെ വരുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ ഒരു മൂല നിറച്ച് കരി പിടിച്ചിരിക്കുകയാണ്. പുകയില്ലാത്ത അടുപ്പാണെന്ന് പറഞ്ഞാലും പുക വരാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതെന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സംഗതി അവിടെ ഒന്ന് വിറക് എത്തിച്ച് നോക്കുമ്പോഴത്തേക്കും അടുക്കള ഫുള്ള് പുകമയമായിരിക്കും ചില സമയങ്ങളിൽ, എല്ലായ്പ്പോഴും അല്ല, ചില സമയങ്ങളിൽ. എനിക്കൊന്നും അത് വെക്കുന്ന രീതിയോ അങ്ങനെ ആയിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ആ സൈഡ് അത്രയും കരിയായി. അതെന്ത് കാര്യമെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ആ സൈഡ് ഫുള്ള് കരിയായി. പിന്നെ ഞാൻ അവിടെ അത്രയും തൂത്ത് തുടയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ മുകൾ ഭാഗം അത്രയും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഇതിൻ്റെ പൊടി അത്രയും നിലത്ത് വീണ്, ടൈലിൽ വീണ് സംഭവം കാലൊട്ടണം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എങ്കിൽ പിന്നെ ശരി അങ്ങ് കഴുകി ഇറക്കാം. അങ്ങനെ ഞാൻ ഫുൾ അങ്ങ് കഴുകി ഇറക്കി. ഇത് രണ്ടാമത് പുതുക്കി പണിത വീടാണ്. അടുക്കളയൊക്കെ പിന്നീട് ഇറക്കി കെട്ടിയതാണ് കേട്ടോ. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, പെയിൻറ്റ് ഒരു 4-5 വർഷമാകുമ്പോൾ മിക്ക ഇടങ്ങളിലും പെയിൻറ്റ് പോകുന്നത് കാണാറുണ്ട്. നമുക്ക് പിന്നെ മെയിൻ പ്രോബ്ലം, അത് എൻ്റെ വീട്ടിലും മെയിൻ പ്രോബ്ലം ആയിരുന്നു. ഞാൻ ചിലയിടത്ത് കാണുന്നിടത്തും മെയിൻ പ്രോബ്ലം ആയിരുന്നു. ഈ വാഷ് ബേസിൻ്റെ അവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും. മിക്കയിടത്തും വാഷ് ബേസ് പ്രോബ്ലം ആയിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെന്ത് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അവിടെ ആണെങ്കിൽ ഒരു പഴയ ചരുവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് വെള്ളം ഇങ്ങനെ വീഴുമ്പോഴത്തേക്കും അതിൽ നിന്ന് പിടിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ കുറച്ച് മലക്കറി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മലക്കറിയെല്ലാം സാധാരണ ഞാൻ എല്ലാം സെപ്പറേറ്റ് കവറിലാക്കി വെക്കും. പക്ഷേ ഇപ്പോൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്കും എൻ്റെ നടു ഒടിഞ്ഞു. നടു നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എല്ലാം കൂടെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് നാളെ അതെല്ലാം സെപ്പറേറ്റ് കവറിലാക്കാമെന്ന്. കാരണം ഒട്ടും വയ്യായിരുന്നു. കാരണം ഇത് സിസറിന് ശേഷം, എനിക്ക് പ്രസവത്തിന് ശേഷം ഡിസ്കിന് ഭയങ്കര കംപ്ലൈൻ്റ് ആണ്. ഒരുപാട് നേരമൊന്നും എനിക്ക് കുനിഞ്ഞ് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ കഴുകി ഇറക്കിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നടുവിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ബാക്കി ജോലികളെല്ലാം നാളെ തീർക്കാമെന്ന്. പിന്നെ ഇനി കുറച്ച് ജോലികളേ ഉള്ളൂ കേട്ടോ, വേറെ ഒരുപാടൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ അടുക്കളയിൽ ഈ പറയും പോലെ മണി പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രീൻ കളർ ഐറ്റംസ് വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ്. വീടുകളിലാണെങ്കിൽ, അകത്താണെങ്കിൽ എനിക്ക് റൂമുകളിൽ വെക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ മോനുട്ടൻ്റെ കാര്യത്തിലൊന്നും വെക്കാൻ പറ്റില്ല, കാരണം തള്ളിയിട്ട് പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച അടുക്കളയിൽ അവൻ്റെ കൈ എത്താത്ത ഇടത്ത് എനിക്ക് വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് മണി പ്ലാന്റൊക്കെ എടുത്തുകൊണ്ട് വന്ന്, കുറച്ച് കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഇച്ചിരി ഒന്ന് കളർഫുള്ളാക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, മിക്കയിടത്തും അങ്ങനെ ആയിരിക്കാം, മിക്കുള്ളവർക്കും അങ്ങനെ ആയിരിക്കാം. അകത്ത് നമ്മൾക്ക് വീടിനകത്ത് വെള്ളത്തിൻ്റെ എന്തെങ്കിലോ അല്ലെങ്കിൽ ഈ പറയും പോലെ ചെടിയോ കുപ്പിയിലിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്കൊരു ഫ്രഷ് മൈൻഡ് കിട്ടാനും ചാൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഇവിടെയായിട്ട് കുറച്ച് മണി പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെയും കാര്യങ്ങൾ മൈൻഡിലുണ്ട്, പക്ഷെ അതൊക്കെ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇത്രയും ഞാൻ ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് നാളത്തേക്ക് കാപ്പി പുട്ടാണ്. അപ്പോൾ കുറച്ച് വൻപയർ വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാവർക്കും വൻപയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.